ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. എല്ലാ കൂട്ടുകാർക്കും എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം. ഷാഖ് സാറാണ്. നമ്മളെ ഈ ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ അടിപൊളി ഒരു ചാപ്റ്ററിലെ അടിപൊളി ഒരു പാർട്ടാണ് എടുക്കുന്നത്. 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ അല്ലെങ്കിൽ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ശരം പോലെ അങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണെന്ത് ഈ ഒരു ഭാഗം. ഏതാ ഭാഗം എന്നല്ലേ? എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, ലോഹങ്ങളുടെ രാസഗുണങ്ങൾ. ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ നോക്കാം. പ്രധാനമായിട്ടും റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ, വായു. അയ്യോ അത് പോയല്ലോടാ. ഓക്കെ, എന്താണ്? വായുവുമായിട്ട് മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, വായുവുമായിട്ട് മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം. ആരുടെ? ലോഹങ്ങളുടെ. യെസ്, നോക്കാം. നമ്മള് ഇവിടെ സോഡിയം മെറ്റൽ എടുത്തിട്ടുണ്ട്. സോഡിയം മെറ്റൽ അല്ലേ? സോഡിയം മെറ്റൽ എന്ത് ചെയ്യാ? നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കാന്ന് വിചാരിക്കാം. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്ത് വെക്കാന്ന് വിചാരിക്കാം അല്ലേ? അപ്പൊ നല്ല തിളക്കം ഉണ്ടാവുമല്ലോ. എന്താ തിളക്കം പറഞ്ഞാല്? ലെസ്റ്റർ പ്രോപ്പർട്ടി. ലെസ്റ്റർ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താണ്? തിളക്കമുണ്ടാവും അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഹദ്യുതി എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പൊ നമ്മള് ഒരു ലോഹത്തെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സോഡിയം എന്താണ്? സോഡിയം എണ്ണ എന്നുള്ള ഈ ഒരു ലോഹം എന്ത് ചെയ്യാം? നമുക്ക് കത്തി കൊണ്ട് മുറിക്കാലോ. പഠിച്ചിട്ടുണ്ടല്ലോ, മുറിക്കാം. മുറിച്ചിട്ട് എന്ത് ചെയ്യാ? മുറിച്ച് നമ്മൾ വെക്കുന്ന സമയത്ത് അവിടെ നല്ല തിളക്കം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ആ തിളക്കം, there is no more തിളക്കം. എന്താണ്? അവിടെ തിളക്കം അനുഭവപ്പെടില്ല. ഓക്കെ, അപ്പൊ നോക്കാം. കട്ട് എ സ്മാൾ പീസ് ഓഫ് സോഡിയം വിത്ത് എ നൈഫ്. കത്തി കൊണ്ട്, വേറെ ഒന്നും കൊണ്ട് മുറിക്കരുത് കേട്ടോ. ബ്ലേഡ് കൊണ്ടൊന്നും മുറിക്കാൻ നിൽക്കരുത്. കത്തി കൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞ പോലെ നോക്കാം. യെസ്, ഒബ്സർവ് ദ മെറ്റാലിക് ലെസ്റ്റർ. ലോഹദ്യുതി എന്ത് ചെയ്ത് നോക്കാം. കീപ് ഇറ്റ് എക്സ്പോസ്ഡ് ടു എയർ ഫോർ സം ടൈം. കുറച്ച് സമയം എന്ത് ചെയ്യുക? യെസ്, വായുവിലോട്ട് എന്ത് ചെയ്യുക? വെക്കുകയാണെങ്കിൽ മെറ്റാലിക് ലെസ്റ്റർ ലോസസ്. എന്താണ്? സോഡിയത്തിന്റെ ഒരു ചെറിയ കഷ്ണം എന്ത് ചെയ്യാണ്? നമ്മൾ മുറിച്ചിട്ട് തിളക്കം കണ്ടിട്ട് എന്ത് ചെയ്യുക? വായുവിൽ വെക്കുകയാണ്. വായുവിൽ വെക്കണമെന്നില്ല, അവിടെ വെച്ചാൽ എന്ത് ചെയ്യുക? അവിടെ വായു ഉണ്ട് അല്ലെ? കുറച്ച് സമയത്തിന് ശേഷം നോക്കിയാൽ എന്ത് ചെയ്യും? ആ തിളക്കം പോയിട്ടുണ്ടാവും. ആരോട് പറയണ്ട കേട്ടോ. എന്താണ്? ആ തിളക്കം പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തിളക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ലോഹ തിളക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ എന്ത് ചെയ്തു? ഈ ലോഹം അന്തരീക്ഷ വായുവുമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കാം. അലൂമിനിയത്തിന്റെ വയർ എടുത്തിട്ടുണ്ട്, അലൂമിനിയത്തിന്റെ കമ്പികൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? അലൂമിനിയത്തിന്റെ കമ്പികൾ നല്ല രീതിയിൽ എന്ത് ചെയ്തു? ഒരച്ച് മിനുസപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരച്ച് മിനുസപ്പെടുത്തി എന്ത് ചെയ്തു? വെച്ചു. എന്തുപയോഗിച്ച്? സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്തു? മിനുസപ്പെടുത്തി എന്ത് ചെയ്തു? വെച്ചു. കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്തു? ഇതേപോലെ. എന്താ ചെയ്യാ? എന്താ അവസ്ഥ? ഇതേപോലെ ആയെന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കൊന്നുമില്ലടാ. എന്താണ്? തിളക്കൊന്നുമില്ല. തിളക്കൊക്കെ പോയിട്ടുണ്ട് അല്ലേ? മനസ്സിലായോ? തിളക്കൊക്കെ എന്ത് ചെയ്തു? പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യെസ്, ഇവിടെ നോക്കുക. ആ ഒരു പരീക്ഷണം എന്താണ്? ടേക്ക് ആൻ അലുമിനിയം വയർ ആൻഡ് റബ്ബ് ഇറ്റ് വിത്ത് സർഫേസ് വിത്ത് സാൻഡ് പേപ്പർ. വിത്തിൻ ഫ്യൂ ഡേയ്സ് ഇറ്റ് ഗെറ്റ് ടാർണിഷ്ഡ്. എന്താണ്? അപ്പൊ ആ ഓർത്തേക്ക് എന്താണ്? മെറ്റൽ ലൈക്ക് കോപ്പർ, മാഗ്നീഷ്യം എക്സെട്ര ആൾസോ റിയാക്ട് സിമിലർലി വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേ? എന്താണ്? അന്തരീക്ഷത്തിലെ വായുമായിട്ട് ചെമ്പ്, മാഗ്നീഷ്യം, അലുമിനിയം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. വല്ലാത്ത ടീമാട്ടത് അല്ലേ? കുറച്ചെന്താണ്? ചിലതെന്താണ് പെട്ടെന്ന് പോകും, ചിലതെന്താണ് ദിവസങ്ങൾ എടുക്കും. എന്നാലും എന്ത് ചെയ്യും? രാസപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതുമൂലം എന്ത് ചെയ്യുന്നു? ലോഹങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നു. മെറ്റാലിക് ലസ്റ്റർ നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി അടുത്തൊരാളാണ് ആര്? യെസ്, റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. എന്താ? ജലവുമായിട്ടുള്ള പ്രവർത്തനം. എങ്ങനെയാണ് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത്? നോക്കാം. Take 2 beakers and fill 3/4 of them with water. 2 ബീക്കർ എടുക്കാം, വെള്ളം നിറയ്ക്കാം. എന്താണ്? 3/4 ഭാഗം ഇത്ര വെള്ളം നിറച്ചായിട്ടോ. കൂടുതൽ നിറച്ചിട്ടുണ്ടെങ്കിൽ നല്ല തല്ല് കിട്ടും. ഓക്കെ, എന്താണ്? ഇത്രയും വെള്ളം നിറയ്ക്കാം. ആൻഡ് ആഡ് എ സ്മാൾ പീസ് ഓഫ് സോഡിയം. ഇതിലേക്ക് സോഡിയം ഇടാം. ശ്രദ്ധയോട് കൂടെ നിൽക്കാട്ടോ. എന്താണ്? സോഡിയം ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇതിലേക്ക് എന്താണ്? കോപ്പർ ഇടാം. ജലത്തിലോട്ട് കോപ്പറും സോഡിയം ഇടാം അല്ലേ? 2 രീതി എന്ത് ചെയ്യാം? 2 ബീക്കറിലൂടെ. അപ്പൊ നോക്ക, എന്താ അവിടെ സംഭവിക്കുന്നത്? കോപ്പർ ഇട്ടാൽ ഒരു കാര്യവും സംഭവിച്ചില്ല. എന്താണ്? ജലവുമായിട്ട് ചെങ്ങായി ഒരു റിയാക്ഷനും ഇല്ല. പക്ഷെ സോഡിയം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. എന്താ?
ഓവറായിട്ട് റിയാക്ട് ചെയ്യുക. ഒന്ന് നോക്കിക്കേ എന്താണ് അവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? സോഡിയം എന്ത് ചെയ്തു? പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? വെള്ളത്തിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സോഡിയം ഇടുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു? നിങ്ങൾ കണ്ണു നിൽക്കാൻ കഴിയില്ല, നിങ്ങളെ ചങ്ക് തകർന്നു പോകും. എന്താണ്? അത്രയും വലിയ പ്രയാസം ഉണ്ടാവുന്നത് അല്ലേ? എന്താ ഇതിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലാസ്റ്റ് എന്ത് ചെയ്യും? ഒരു പൊട്ടിത്തെറിയിൽ അവസാനിക്കും. ഓക്കെ, കെമിസ്ട്രിയാണ്, ചില പൊട്ടിത്തെറികളൊക്കെ സ്വാഭാവികമാണ്. അപ്പോ സോഡിയം എന്ത് ചെയ്യുന്നു? ഇവിടെ ഹൈലി റിയാക്റ്റീവ് വിത്ത് വാട്ടർ, ജലവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഹൈലി റിയാക്റ്റീവ് ആണ്. ഇനി ഒന്നും പറയാനില്ല. ഓക്കെ, എന്താണ്? അങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആര്? സോഡിയം അല്ലേ? അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ certain metals react with water to form hydrogen gas. എന്താണ്? ചില മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ജലവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്ക, ഇവിടെ സോഡിയവും വെള്ളവും റിയാക്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ ആണ് കൊടുത്തത് അല്ലെ? 2Na അല്ലെ? സോഡിയവും വെള്ളവും റിയാക്ട് ചെയ്ത സമയത്ത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഫോം ചെയ്യുന്നു. എന്താണ്? 2NaOH. NaOH പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും H2ഉം അല്ലെ? ദ മെറ്റൽ പൊട്ടാഷ്യം, ഓർത്ത കേട്ടോ, മെറ്റൽ കാൽഷ്യം ഓർത്ത് വെക്കുക. ആൾസോ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളത്തിലൊക്കെ നമ്മൾ തണുപ്പ് പറഞ്ഞാല് പിന്നെ നമ്മളെ റിയാക്ഷൻ തന്നെ എന്ത് ചെയ്യും? പോയി പോകും. പിന്നെ എന്തിനാ നമുക്ക് റിയാക്ഷൻ അല്ലേ? ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, ആകെ ഒരു അന്തം വിട്ട അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഓർത്ത് വെക്കുക, സോഡിയം. ഇനി ഇവിടെ ഏതാണ് ജലവുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ലോഹം? വിച്ച് ഓഫ് ദിസ് മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ? എന്താണ്? യെസ്, കൃത്യമായിട്ട് പറയാം, സോഡിയം ഹൈലി റിയാക്ട് ചെയ്തു അല്ലെ? Which gas was formed during this reaction? എന്താണ്? യെസ്, H2 ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തു. എടാ മക്കളെ, ഇത്രയും ഭാഗം സെറ്റാണോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പാർട്ടാണ് അല്ലെങ്കിൽ ഭാഗമാണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഓ മൈ ഗോഡ്, എന്ത് അത്ഭുതം അല്ലേ? ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുമോ ഈ കെമിസ്ട്രി? ഇത്രയുള്ളൂടാ കെമിസ്ട്രി, ഇത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂടാ കെമിസ്ട്രി. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയും കണ്ടുമുട്ടാം. Thank you so much for watching this video. Bye bye.